ഇല്ല, ഇപ്പോൾ പല മുന്നണികളിൽ JRP നിന്നിട്ടില്ല. JRP ഒന്ന് NDAയുടെ ഒപ്പം നിന്നു, ഇപ്പോൾ രണ്ടാമത് UDFിൻ്റെ ഒപ്പം നിൽക്കുന്നു. ഇതാണ് ശരിക്കും ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ മുന്നണി സഖ്യങ്ങളും ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്. JRP മാത്രം ഇതൊന്നും ബാധകമല്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ശരിക്കും? ഇപ്പോൾ ജനാധിപത്യ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എടുക്കുന്ന ഒരു നിലപാട് പാർട്ടി എന്നുള്ള നിലയിൽ നമ്മളും എടുക്കുന്നു. ഇപ്പോൾ വളരെ സജീവമായിട്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വോട്ട് ബാങ്ക് കേന്ദ്രീകരിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടായി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പൂർണ്ണമാക്കും. ഇല്ല, ഇപ്പോൾ ഞങ്ങളുടെ ആളുകളെല്ലാം നിത്യം കൂലിപ്പണിയെടുത്ത് ഉപജീവനം കഴിയുന്ന ആളുകൾ, അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. സാമ്പത്തികപരമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെ കോടികൾ അവിടുന്ന് ഇവിടുന്നൊന്നും സമ്പാദിച്ച് ഞങ്ങളൊന്നും വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഓടി നടന്നുള്ള ഒരു പ്രവർത്തനമൊക്കെ ചെയ്യുന്നതിൽ മറ്റുള്ളവരെക്കാട്ടും കുറച്ചൊരു സാവകാശം ഞങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ഇല്ല, CK ജാനു ആക്കിയത് മുത്തങ്ങ സമരമൊന്നുമല്ല. അതിനു മുമ്പേ ഒരുപാട് സമരങ്ങൾ വന്നിട്ടുണ്ട്. മുത്തങ്ങ സമരം അതിൻ്റെ ഒരു ഭാഗമാണ്, അതല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനു മുമ്പേ ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. കുടിൽക്കട്ടൽ സമരം, ഭൂമിയിൽ കയറിയിട്ടുള്ള സമരം. അപ്പോൾ അന്നത്തെ ഒരു സമയത്ത് UDF ഗവൺമെൻറ് അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് വളരെ തെറ്റായിരുന്നു, അത് ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അത് വളരെ കൃത്യമായിട്ട് അതിനൊരു മാപ്പും ഇല്ല ആ കാര്യത്തിന്. അത് വളരെ കൃത്യമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ മുഴുവൻ ആളുകളുടെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. ആ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം സാധ്യത വരുമ്പോൾ ആ മുത്തങ്ങൽ അടക്കമുള്ള ആളുകൾക്ക് അധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അവരൊക്കെ നിന്നതിൻ്റെ ഒരു പ്രതിഫലം എന്നുള്ള നിലയിലേക്ക് അവരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമല്ലോ. അതിന് ഈ ഒരു സമീപനം സ്വീകരിക്കണം ശരിക്കും. അന്നത്തെ ആ സംവിധാനത്തിന് അന്ന് നടന്ന ആ അതിക്രമത്തിന് മാപ്പില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ ഞാനൊക്കെ അതിൻ്റെ ഒരുപാട് വേദന അനുഭവിച്ച് 3 മാസം ചികിത്സയൊക്കെ കഴിഞ്ഞത്. ആ വേദനയ്ക്കൊന്നും ആർക്കും മാപ്പ് കൊടുക്കാൻ പറ്റില്ല. അതങ്ങനെ തന്നെ നിൽക്കും. നമ്മുടെ ആളുകളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാവരും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം വരുന്നത്. ഇല്ല, നമ്മൾ അധികാരത്തിൽ വന്ന് നമ്മുടെ പ്രശ്നം പരിഹരിക്കണം. ജീവനോടെ ഇരിക്കുന്ന ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. അതിനിങ്ങനെ ഒരു നിലപാടിൽ പോയാലേ പറ്റുള്ളൂ എന്ന് എല്ലാ ആളുകളും ഒരേ ഐക്യത്തോടെ പറയുന്നു. ഇല്ല, നമ്മൾ അയാളോട് ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഇല്ല, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കോടതിയും കേസുമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇപ്പോൾ പ്രായോഗികപരമായിട്ട് ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എങ്ങനെയാണ് ഇടപെടാൻ പറ്റുക, അതാണ് പൊളിറ്റിക്സ്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇത് ഈ വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രം അത് ബാധകമല്ലാതാവുകയും മറ്റുള്ള ആളുകൾക്ക് മൊത്തം ഇത് ബാധകമായ ഈ വിവേചനമാണ് ശരിക്കും ഇല്ലാണ്ടാവേണ്ടത്. ഒരു പ്രവർത്തകർക്കും അങ്ങനെ ഒരു സംശയമില്ല. മീഡിയക്കാർക്ക് സംശയമുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആ സംശയമില്ല. കേവലം അധികാരത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഞങ്ങൾ ഇതുവരെ അധികാരത്തിൽ പോയിട്ടില്ലല്ലോ. ആദ്യമായിട്ട് പോകാനുള്ള ഒരു ശ്രമമല്ലേ ഞങ്ങൾ നടത്തുന്നത്. അതെ, അത് ഒരു ജനാധിപത്യ ഇപ്പോൾ UDF ആണ് ശരിക്കും കേരളത്തിലെ ആദിവാസികൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. UDFിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. ഇപ്പോൾ 2001 ഞങ്ങൾ കുടിൽക്കട്ടൽ സമരം നടത്തിയപ്പോഴാണ് UDF കേരളത്തിലെ മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്കും ഭൂമി കൊടുക്കാനുള്ള ഗോത്രമഹാസഭയും UDFും തമ്മിൽ ഒരു കരാറുണ്ടാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 35,000 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ട്രൈബൽ പ്രൊമോട്ടർമാരുടെ സസ്തിക അന്ന് UDF ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. സൗജന്യ റേഷൻ ഇപ്പോൾ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നായിരുന്നു ആദ്യമായിട്ട് സൗജന്യ റേഷൻ കൊടുക്കാനുള്ള ഉത്തരവിടുന്നത്. അങ്ങനെ ഓരോ പ്രോസസ്സ് നമ്മൾ പരിശോധിക്കുമ്പോഴും UDF നല്ല കാര്യം ഒരുപാട് ചെയ്തിട്ടുണ്ട്. ക്ഷമിക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ സംഭവം ക്ഷമിക്കാതെ അങ്ങനെ നിൽക്കും. പക്ഷേ അതിലുപരി ആളുകളുടെ പ്രശ്ന പരിഹാരത്തിന് ഒരു ഇടപെടൽ നടത്തണം. അത് ജനാധിപത്യ ജനകീയ പ്രവർത്തകരുടെ
നിലപാടാണ്. ആ രീതിയിൽ വരണം. ഇപ്പോൾ അവിടെ അവർ പല പ്രാവശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ, ക്ഷമ പറയുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളെല്ലാം മീഡിയയിൽ അതൊക്കെ കണ്ടിട്ടില്ലേ?